ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് തേർഡ് ഓർഡർ ഫിൽറ്റർ ലാറ്റിസ് റിയലൈസേഷൻ. ഒരു തേർഡ് ഓർഡർ ഫിൽറ്ററിനെ തേർഡ് ഓർഡർ FIR ഫിൽറ്ററിനെ എങ്ങനെ ലാറ്റിസ് ഫോമിൽ റിയലൈസ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇവിടെ y of n is equal to 2 into x of n plus 5/4 x of n minus 1 plus 3/2 x of n minus 2 plus 2/3 x of n minus 3. This is our example. ഇങ്ങനെ നമ്മൾ തന്നിരിക്കുന്ന റെസ്പോൺസിൽ നിന്നും ഇനി നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ഫിൽറ്റർ കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കണം. ഫിൽറ്റർ കോയിഫിഷ്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു ഫസ്റ്റ് ഓർഡറിലും സെക്കൻഡ് ഓർഡറിലും K0, K1, K2, K3 എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിനായിട്ട് തന്നിരിക്കുന്ന ഇതിന് ഈ പ്രോസസ്സ് ഇത് റിയലൈസ് ചെയ്യുന്നതിനായിട്ട് ശരിക്കും 6 സ്റ്റെപ്പ് ഉണ്ട്. 6 സ്റ്റെപ്പ് അൽഗോരിതം എന്ന് പറയും. 6 സ്റ്റെപ്പ്. ഈ 6 സ്റ്റെപ്പിൽ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ തന്നിരിക്കുന്ന ഇക്വേഷന് Z ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ദ സ്റ്റെപ്പ് 1 ഈസ് ടേക്ക് ദ Z ട്രാൻസ്ഫോം ഓഫ് equation of or system function. Take the Z transform of the given equation or system function. Step 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ calculate h of z. h of z is equal to K0 into AMZ. And step 3 means calculate BMZ. BMZ is equal to z raised to minus m a of m z raised to minus 1. ഇവിടെ BMZ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. AMZ എന്ന് പറയുന്ന പോളിനോമിയലിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയിട്ട് z റേസ് ടു മൈനസ് m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. AM ഓഫ് z റേസ് ടു മൈനസ് 1 എന്ന് പറയുന്ന പോളിനോമിയലിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയിട്ട് z റേസ് ടു മൈനസ് m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് BMZ കിട്ടും. ഇനി സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AM മൈനസ് 1 ഓഫ് z കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. AM മൈനസ് 1 ഓഫ് z നമുക്കറിയാം. ഇവിടെ m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇപ്പോൾ ഇവിടെ തേർഡ് ഓർഡർ ആയതുകൊണ്ട് A3 ഓഫ് മൈനസ് 1 മീൻസ് A2 z ഈസ് ഈക്വൽ ടു അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് ഈ പറയുന്നത്. AM മൈനസ് 1 ഓഫ് z ഈസ് ഈക്വൽ ടു AM ഓഫ് z മൈനസ് KM ഇൻറ്റു BMZ ഡിവൈഡ് ബൈ 1 മൈനസ് KM സ്ക്വയർ. ദാറ്റ് ഈസ് ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ഔട്ട് the second polynomial A2Z. Next, step 5. Repeat this process until finding the values of K1, K2 and K3. അപ്പോൾ നമുക്കിവിടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ K1ഉം K2ഉം K3യും കണ്ടുപിടിക്കണം. അതിനായിട്ട് 5 സ്റ്റെപ്പാണുള്ളത്. ആ 5 സ്റ്റെപ്പിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ Z ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് y of n is equal to 2x of n plus 5/4 x of n minus 1 plus 3/2 x of n minus 2 plus 2/3 x of n minus 3 എന്നുള്ളതാണ്. So after taking Z transform, the first equation become like this. First equation become y of z is equal to 2x of z plus 5/4 x of z into z raised to minus 1 plus 3/2 x of z into z raised to minus 2 plus 2/3 x of z into z raised to minus 3. ഇതാണ് z ട്രാൻസ്ഫോം എടുക്കുമ്പോൾ കിട്ടുന്നത്. ഇനി അവിടെ നമ്മൾ ഈ y ഓഫ് x ഓഫ് ഇസഡിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് y ഓഫ് z ബൈ x ഓഫ് z എന്ന് കിട്ടും. നമുക്കതറിയാം y of z is the output and x of z is the input. So output by input means transfer function. So y of z by x of z is equal to h of z, that is equal to 2 plus 5/4 z raised to minus 1 plus 3/2 z raised to minus 2 plus 2/3 z raised to minus 3 എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. ഇനി ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടിക്കഴിയുമ്പം എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്, അതായത് ഈ ടേം എന്ന് പറയുന്നത് എപ്പോഴും യൂണിറ്റി ആയിരിക്കണം. എപ്പോഴും അത് 1 ആയിരിക്കും. സോ ഇൻ ഓർഡർ ടു മേക്ക് ദിസ് വൺ ഈസ് 1, നമ്മൾ ഈ ഇക്വേഷനെ ഒന്നും കൂടെ റീറേറ്റ് ചെയ്യാണ്. അതായത് 2 ഇതിൽ നിന്ന് വെളിയിലേക്ക് എടുക്കും. 2 വെളിയിലേക്ക് എടുക്കുമ്പോഴത്തേക്കും h of z is equal to 2 into 2 of 1 plus 5/8 into z raised to minus 1 plus 3/4 z raised to minus 2 plus 2/6 z raised to minus 3 എന്ന് കിട്ടും. ഇനി ഒന്നും കൂടെ റീറേറ്റ് ചെയ്യാൻ പറ്റും. 2 of 1 plus 5/8 z raised to minus 1 plus 3/4 z raised to minus 2
plus 1 by 3 z raised to minus 3. അതായത് 2 by 6 നമുക്ക് 1 by 3 എന്ന് എഴുതാൻ പറ്റും. From the general equation, we know that h of z is equal to k0 into am of z. K0 into, here m, the value of m is 3 because the order of our example is 3. Therefore, h of z is equal to k0 into a3 of z. And this is the equation number A, and this one is equation number, this is equation number A, and this one is equation number B. Comparing this equation A and B, we get k0 is, the value of k0 is equal to 2, and the value of a3 of z is equal to 1 plus 5 by 8 z raised to minus 1 plus 3 by 4 z raised to minus 2 plus 1 by 3 z raised to minus 3. അടുത്ത സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 2-ലാണ് നമ്മൾ k3യുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. k3യുടെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ a3 എന്ന് പറയുന്ന പോളിനോമിയൽ ഒന്നും കൂടെ എടുത്തെഴുതി. a3 of z is equal to 1 plus 5 by 8 z raised to minus 1 plus 3 by 4 z raised to minus 2 plus 1 by 3 z raised to minus 3. Here the value of k3 is the coefficient of z raised to minus 3. Here the coefficient of z raised to minus 3 is 1 by 3. So the value of k3 is 1 by 3. And take this one is the first equation. Step 3. Step 3-ലാണ് b3z കണ്ടുപിടിക്കുന്നത്. b3z is calculated by multiplying z raised to minus 3 into reverse order of the first polynomial a3 of z raised to minus 1. റിവേഴ്സ് ഓർഡറിൽ നമ്മൾ എഴുതിയിരിക്കുകയാണ്. റിവേഴ്സ് ഓർഡറിൽ എഴുതി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും 1 by 3. റിവേഴ്സ് ഓർഡറിൽ എഴുതി z raised to minus 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടും 1 by 3 plus 3 by 4 z raised to minus 1 plus 5 by 8 z raised to minus 2 plus z raised to minus 3 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പ് 4-ൽ നമ്മുടെ അസൈൻമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ am minus 1 of z കണ്ടുപിടിക്കണം. Here m is equal to 3. Therefore, am minus 1 become 2. Therefore, this is the equation for finding out of am minus 1 z. That is am minus 1 z is equal to am of z minus km into bm of z divided by 1 minus km square. That is a2 of z become a3z minus k3 into b3z divided by 1 minus k3 square. Substitute the value of a3z, b3z and k3 in above equation. We got this value. That is a2z is equal to 1 plus 37 by 64 into z raised to 1 plus 27 by 64 into z raised to minus 1 plus 39 by 64 into z raised to minus 2. That is the value of a2z. Here the coefficient of z raised to minus 2 is the value of k2. Here it is 39 by 64. The coefficient of z raised to minus 2 is 39 by 64. So the value of k2 is 39 by 64, and that is equation number 2. Step 5. Find b2 of z. b2 of z കണ്ടുപിടിക്കുക. b2 of z കണ്ടുപിടിക്കുന്നതിനായിട്ട് z raised to minus 2 into a2 of z കണ്ടുപിടിക്കണം. അതായത് z raised to minus 2 എന്ന് പറയുന്ന വാല്യൂവിനെ a2z എന്ന് പറയുന്ന പോളിനോമിയലിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. a2 of z എന്ന് പറയുന്ന പോളിനോമിയലിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയിട്ട് z raised to minus 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് b2z കിട്ടും. ഇതാ ഇവിടെയാണ് നമുക്ക് b2z കിട്ടുന്ന ഇക്വേഷൻ. b2z ഈസ് ഈക്വൽ ടു ഞാനിവിടെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയിട്ടുണ്ട് 39 by 64 into z raised to minus 2 plus 27 by 64 into z raised to minus 1 plus 1 into z raised to minus 2. So b2 of z is equal to 39 by 64 plus 27 by 64 into z raised to minus 1 plus z raised to minus 2 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. അടുത്തതായി സ്റ്റെപ്പ് 6. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് a1z. a1z കണ്ടുപിടിക്കുന്നതിനായിട്ട് a1z is equal to a2z minus k2 into b2z divided by 1 minus k2 the whole square. അത് വാല്യൂ ഓഫ് a2zഉം k2ഉം b2ഉം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം we got a1 is equal to 1 plus 27 by 103 into z raised to minus 1 എന്ന് കിട്ടും. The coefficient of z raised to minus 1 is known as k1. Here the coefficient is 27 by 103 and
K1 is known as 27 by 103. That is equation number 3. From equation number 1, 2 and 3 we got K3 is equal to 1 by 3, K2 is equal to 39 by 64, and K1 is equal to 27 by 103. This K3, the value of K2 is equal to 39 by 64, K3 is equal to 1 by 3, and K1 is equal to 27 by 103. The value of K1, K2 and K3 are known as filter coefficient or the multiplier coefficient. And after finding out the values of K1, K2, K3 and K1, K2 and K3, the next step is implementation of lattice structure of FIR filter. Here it is a third order equation. So we have 3 parts. Each part consists a filter. So the output of each part is connected to the input of another part. That is the realization of FIR filter. Here each part consists 2 summing amplifier. This is the first part, and this is the second part, and this one is the third part. And the bottom part of the first section is z raised to -1, which produce x of n minus 1 or z raised to -1 delay. The bottom part of the second part, the second bottom part consists another delay which produce x of n minus 2, that is z raised to -2. Here the third part also consists a delay element which produce x of n minus 2. It is also that is z raised to -3. And the first section is multiplied by K1. The value of K1 is equal to 27 by 103. The second part is multiplied by K2. The value of K2 is equal to 39 by 64. The third section is multiplied by K3. The value of K3 is equal to 1 by 3, and output is y of n.